ജാസി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ എലനോർ സ്പാർട്ട പറഞ്ഞ എല്ലാം കള്ളമാണ് എന്നുള്ള രീതിയിലാണ് ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ ഫ്രണ്ടൊക്കെയാണ്, എനിക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എലനോർ സ്പാർട്ടയെ വിളിച്ചത്. അതേ കണക്ക് എലനോർ സ്പാർട്ട ഞാനിങ്ങനെ ഓപ്പറേഷനോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് എലനോർ സ്പാർട്ട പറഞ്ഞ പോലെ ഞാൻ പൊക്കി കാണിച്ചു, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇട്ടിരുന്ന ഒരു നൈറ്റിയാണത്, ഫ്രണ്ടിൽ കൂടെ തുറക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ എന്ന് പറഞ്ഞിട്ടാണ്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി, ഞാൻ സർജറി ചെയ്തു എന്നുള്ള രീതി പറഞ്ഞ് കാണിച്ചത്. അതിനുശേഷം ഓക്കെ എന്നുള്ള രീതിയിലെല്ലാം എലനോർ സ്പാർട്ട പറഞ്ഞു എന്നും, അത് അല്ലാതെ ഞാനുണ്ടാക്കി എലനോർ സ്പാർട്ടയെ ജസ്റ്റ് പൊക്കി കാണിച്ചു അങ്ങനെയൊക്കെ പറയുന്ന കള്ളമാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിയാണ്. പക്ഷേ ഇപ്പം എല്ലാം പറയുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നുമല്ല, ഞാൻ പറഞ്ഞ എന്തോ ഒരു വോയിസ് ക്ലിപ്പൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, കാണിക്കുവാണെങ്കിൽ ഓക്കെ, ഞാൻ റെഡിയാണ് എല്ലാത്തിനും എന്നും ഈ ഒരു ജാസി പറയുന്നുണ്ടായിരുന്നു. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, എങ്ങും കള്ളമാണ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുവാണ്. ഞാൻ സർജറി ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളെ ഇനി പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കുറേയധികം പേര് ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ അന്വേഷിച്ച സമയത്ത് അങ്ങനെയൊന്നും ആരുടെ പറയില്ല എന്നുള്ള കാര്യമാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേയധികം പേര് എനിക്കെതിരെ മനഃപൂർവ്വം ഇതേ കണക്കുള്ള വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. അതെനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ ഭാഗം പറയണമെന്ന് വെച്ചോളൂ. ഞാൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ജാസി ഇതിനകത്ത് പറയുന്നുണ്ട്.